ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്ത് വന്നത്. അവിടെ നമ്മൾ ജീൻ എന്താണെന്ന് കണ്ടു, അല്ലീൽ എന്താണെന്ന് കണ്ടു, ഫീനോടൈപ്പ് എന്താണെന്ന് കണ്ടു, ജീനോടൈപ്പ് എന്താണെന്ന് കണ്ടു. അപ്പോൾ മെൻഡൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ എക്സ്പെരിമെൻറ്റ് നടത്തുന്നത് സിംഗിൾ ക്യാരക്ടറിനെ വെച്ചിട്ടാണ്, അല്ലേ, ഒറ്റ ക്യാരക്ടറിനെ വെച്ചിട്ട്. അതായത് സിംഗിൾ ജീൻ്റെ ഇൻഹെറിറ്റൻസ് ആണ് അദ്ദേഹം പഠിച്ചത്. വൺ ജീൻ ഫോർ വൺ ക്യാരക്ടർ, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അല്ലേ. യെസ്, അപ്പോൾ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്രോസ് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ, അതായത് ഒരു ക്യാരക്ടറിനെ വെച്ചിട്ടാണ് നമ്മളൊരു ക്രോസ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ആ ക്രോസിന് നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഈ ചാപ്റ്ററിലെ മോണോ ഹൈബ്രിഡ് ക്രോസും ഡൈ ഹൈബ്രിഡ് ക്രോസും. അപ്പോൾ എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ്? എ ക്രോസ് ഇൻവോൾവിങ് സിംഗിൾ ക്യാരക്ടർ. ഓക്കെ, എ ക്രോസ് ഇൻവോൾവിങ് സിംഗിൾ ക്യാരക്ടർ ഇസ് നോൺ ആസ് മോണോ ഹൈബ്രിഡ് ക്രോസ്. അതായത് ഹൈറ്റിൻ്റെ ഇൻഹെറിറ്റൻസ് പഠിച്ചു മെൻ്റൽ, അല്ലേ. ഹൈറ്റിൻ്റെ ഇൻഹെറിറ്റൻസ് പഠിച്ചത് എങ്ങനെയാണ്? ഹൈറ്റ് എന്ന ക്യാരക്ടറിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് വരുന്ന രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സിനെ ക്രോസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു ആ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ്? ടോളും ഡ്വാർഫും. ഓക്കെ, സോ എ ക്രോസ് ഇൻവോൾവിങ് സിംഗിൾ ക്യാരക്ടർ. അപ്പോൾ ഫ്ലവർ കളറാണ് എടുക്കുന്നതെങ്കിൽ, അല്ലേ, ഫ്ലവർ കളർ ഒരു സിംഗിൾ ക്യാരക്ടറാണ്. അപ്പോൾ അതിൻ്റെ ഇൻഹെറിറ്റൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് മെൻ്റൽ വയലറ്റിനെയും വൈറ്റിനെയും തമ്മിൽ ക്രോസ് ചെയ്തു. അങ്ങനെയല്ലേ? യെസ്. ആൻഡ് ഇറ്റ് എക്സ്പ്ലെയിൻസ് എ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് സിംഗിൾ ജീൻ. ഒറ്റ ഒരു ജീൻ്റെ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ക്രോസാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. ഓക്കെ, സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടോളും ഡ്വാർഫും കൂടെ ക്രോസ് ചെയ്തില്ലേ. ടോൾ പീ പ്ലാന്റും ഡ്വാർഫ് പീ പ്ലാന്റും കൂടെ ക്രോസ് ചെയ്തു. അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ F1 ജനറേഷനിൽ എല്ലാ പീ പ്ലാന്റ്സും ടോള് തന്നെയാണ്. പക്ഷേ അതിന് നമുക്ക് മോണോ ഹൈബ്രിഡ് എന്ന് വിളിക്കാം, അല്ലേ. എന്തുകൊണ്ടാണ് അതിന് നമ്മൾ മോണോ ഹൈബ്രിഡ് എന്ന് വിളിക്കുന്നത്? ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താ? മിക്സർ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഓർഗാനിസം, അതിനാണ് നമ്മൾ ഹൈബ്രിഡ് എന്ന് പറയുന്നത്. മോണോ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ സിംഗിൾ ക്യാരക്ടറാണ് ഇൻഹെറിറ്റ് ചെയ്ത് വന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് മോണോ ഹൈബ്രിഡ്. സിംഗിൾ ക്യാരക്ടറാണ് ഇൻഹെറിറ്റ് ചെയ്തത്. എന്ത് ക്യാരക്ടർ? ഹൈറ്റ് എന്ന ക്യാരക്ടർ. സോ ദിസ് ഹൈബ്രിഡ് ഈസ് നോൺ ആസ് മോണോ ഹൈബ്രിഡ്. ഇപ്പോൾ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആ F1 ജനറേഷനിൽ കാണുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡൈ ഹൈബ്രിഡ് എന്ന് പറയും. മോണോ ഹൈബ്രിഡ് ക്രോസിലൂടെ ഉണ്ടാകുന്ന ഹൈബ്രിഡ് ആണല്ലേ. അങ്ങനെയല്ല അതിൻ്റെ ഡെഫിനിഷൻ. മോണോ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ സിംഗിൾ ക്യാരക്ടർ ഇൻഹെറിറ്റ് ചെയ്ത് വന്ന ഹൈബ്രിഡ്. സോ ബേസ്ഡ് അപ്പോൺ ഹിസ് ഒബ്സർവേഷൻസ് ഓൺ മോണോ ഹൈബ്രിഡ് ക്രോസ്, മെൻഡൽ പ്രപ്പോസ്ഡ് എ സെറ്റ് ഓഫ് ജനറലൈസേഷൻസ് ഓർ പോസ്റ്റ്ലേറ്റ്സ് ടു എക്സ്പ്ലെയിൻ ദ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് സിംഗിൾ ജീൻ. ഒറ്റ ഒരു ജീൻ്റെ ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെൻഡൽ കുറച്ച് കൺക്ലൂഷൻസിലേക്ക് എത്തുകയാണ്. കുറച്ച് ജനറലൈസേഷൻസ് പ്രപ്പോസ് ചെയ്യുകയാണ്. അതിനെ നമ്മൾ പോസ്റ്റ്ലേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്, കേട്ടോ. പോസ്റ്റ്ലേറ്റ്സ്. സോ ലെറ്റ്സ് സീ വിച്ച് ആർ ദ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് മെൻഡൽ ഓൺ ദ ബേസിസ് ഓഫ് മോണോ ഹൈബ്രിഡ് ക്രോസ്. 5 പോസ്റ്റ്ലേറ്റ്സ് ആണുള്ളത്. 5 പോസ്റ്റ്ലേറ്റ്സ് പ്രപ്പോസ്ഡ് ബൈ മെൻഡൽ. ഏതൊക്കെയാണത്? ലെറ്റ്സ് സീ. പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റ് ഫാക്ടേഴ്സ്, പ്രിൻസിപ്പിൾ ഓഫ് പെയർഡ് ഫാക്ടേഴ്സ്, പ്രിൻസിപ്പിൾ ഓഫ് യൂണിഫോമിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ഡോമിനൻസ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷൻ. ഇതിൽ ഡോമിനൻസും സെഗ്രിഗേഷനും നിങ്ങൾക്ക് അറിയാം, അല്ലേ. മെൻഡലിൻ്റെ 2 ലോസ് ആണ്, ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും. അപ്പോൾ ഇതൊക്കെ വരുന്നത് മെൻഡലിൻ്റെ പോസ്റ്റ്ലേറ്റ്സിനകത്താണ്. പോസ്റ്റ്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ മെൻഡൽ പ്രപ്പോസ് ചെയ്ത ചില ജനറലൈസേഷൻ, അല്ലേ. വി നോ ദാറ്റ് മെൻഡൽ ഡൈഡ് ഇൻ ദ ഇയർ 1884 വിതൗട്ട് ഗെറ്റിംഗ് എനി റെക്കഗ്നീഷൻ ഡ്യൂറിങ് ഹിസ് ലൈഫ് ടൈം. ബിക്കോസ് ഡ്യൂറിങ് ഹിസ് ലൈഫ് ടൈം മോസ്റ്റ് ഓഫ് ദ ബയോളജിസ്റ്റ് വെർ നോട്ട് റെഡി ടു അക്സെപ്റ്റ് ഹിസ് ഫൈൻഡിങ്സ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സും സ്റ്റേറ്റ്മെൻറ്റ്സും ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ അന്നത്തെ കാലഘട്ടത്തിൽ ബയോളജിസ്റ്റ് റെഡി ആയിരുന്നില്ല. അവരൊക്കെ ശരിക്കും ഡാർവിൻ്റെ എക്സ്പെരിമെൻറ്റുമായിട്ട് വളരെ തിരക്കിലായിരുന്നു എന്നാണ് കേട്ടോ പറയുന്നത്. അതുകൊണ്ടാണ് ഈ മെൻഡലിലെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ അവർ റിജക്റ്റ് ചെയ്തത് എന്നും പറയപ്പെടുന്നു. ഓക്കെ, സോ വാട്ട് ഹാപ്പൻഡ്? അദ്ദേഹത്തിൻ്റെ മരണശേഷം ഏകദേശം 16 ഇയേഴ്സിന് ശേഷമാണ്, 16 വർഷങ്ങൾക്ക് ശേഷമാണ് മെൻഡൽ ഇങ്ങനെ കുറച്ച് വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെന്ന് ലോകം അറിയുന്നത്. ബൈ റീഡിസ്കവറിങ് ഹിസ് വർക്ക്. സോ മെൻഡൽസ് വർക്ക് ഈസ് റീഡിസ്കവേർഡ് ബൈ 3 സയൻറ്റിസ്റ്റ്. മെൻഡലിൻ്റെ വർക്ക് അദ്ദേഹം മരിച്ചതിന് ശേഷം 16 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1900-ലാണല്ലേ. ദാറ്റ് ഈസ് ഇൻ ദ ഏർലി 20th century. 90th century-ലാണ് മെൻഡൽ മരിക്കുന്നത്. 20th century-യുടെ ആരംഭത്തിലാണ് നമ്മൾ മെൻഡലിൻ്റെ വർക്ക്സൊക്കെ മനസ്സിലാക്കുന്നത്. അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? 3 സയൻറ്റിസ്റ്റ്, 3 സയൻറ്റിസ്റ്റ് ചേർന്ന് അദ്ദേഹത്തിൻ്റെ വർക്ക് റീഡിസ്കവർ ചെയ്തു. അപ്പോൾ ആരൊക്കെയാണ് ആ സയൻറ്റിസ്റ്റ്? ഒരാൾ കാൾ കോറൻസ്, മറ്റേ ആൾ ഹ്യൂഗോ ഡിവ്രിസ്, മൂന്നാമത്തെ ആൾ എറിക് വോൺ ഷെർമർ എന്നീ 3 സയൻറ്റിസ്റ്റ് ചേർന്നിട്ടാണ് മെൻഡലിൻ്റെ വർക്ക് റീഡിസ്കവർ ചെയ്യുന്നത്. നൗ വി അണ്ടർസ്റ്റാൻഡ് മെൻഡലിസം അക്കോർഡിംഗ് ടു ദർ പെർസ്പെക്റ്റീവ്സ്. അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ചാണ് മെൻഡലിൻ്റെ വർക്ക് അവർ റീഡിസ്കവർ ചെയ്തല്ലോ. ഇനി ആ സയൻറ്റിസ്റ്റ് പറഞ്ഞതനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ മെൻഡലിൻ്റെ തിയറീസും എക്സ്പെരിമെൻറ്റ്സും ഒക്കെ മനസ്സിലാക്കുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു ദീസ് 3 സയൻറ്റിസ്റ്റ്, except principle of dominance and principle of segregation, all other principles are variable principles. എന്താണ് വേരിയബിൾ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ? ആ പ്രിൻസിപ്പിൾസിന് വേരിയേഷൻ സംഭവിക്കാം ഓർഗാനിസം ടു ഓർഗാനിസം. അപ്പോൾ എല്ലാ ഓർഗാനിസത്തിലും നമുക്ക് ഈ പ്രിൻസിപ്പിൾസ് പോയി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല.
പലയിടത്തും വേരിയേഷൻസ് ഉണ്ടാകും. അത് നിങ്ങൾ ഇനി ജനറ്റിക്സ് കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട്, അപ്പോൾ മനസ്സിലാകും. ഓക്കെ, അക്കോർഡിംഗ് ടു ദിസ് 3 സയൻറ്റിസ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റ് ഫാക്ടേഴ്സ്, പെയർഡ് ഫാക്ടേഴ്സ് ആൻഡ് യൂണിഫോമിറ്റി, ഇവർ 3 പേരും വേരിയബിൾ പ്രിൻസിപ്പിൾസ് ആണ്. അവർ വേരി ചെയ്യാം ഫ്രം ഓർഗാനിസം ടു ഓർഗാനിസം. ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഡോമിനൻസും സെഗ്രിഗേഷനും ഉണ്ടല്ലേ. പിന്നെ അവർ അക്സെപ്റ്റ് ചെയ്ത 2 പ്രിൻസിപ്പിൾസ് ആണ്. അതിൽ പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷൻ ഈസ് ബീയിങ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് മെൻഡൽ. അപ്പോൾ മെൻഡലിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷൻ. ഡോമിനൻസിനെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷനെയാണ് ഫസ്റ്റ് പ്രിൻസിപ്പിളായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓർത്ത് വയ്ക്കുക, മറന്നു പോകരുത്. ഓക്കെ, സോ ലെറ്റ്സ് സീ 1 by 1 വിച്ച് ആർ ദ പോസ്റ്റുലേറ്റ്സ് ഓഫ് മെൻഡൽ. മെൻഡലിൻ്റെ പോസ്റ്റുലേറ്റ്സ് ഓരോന്ന് നമുക്ക് നോക്കാം. Postulates based on monohybrid cross. The first postulate, principle of unit factors. What does it say? It states that characters are controlled by discrete units called factors. Okay, ഒരു ഓർഗാനിസത്തിലെ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ചില യൂണിറ്റ്സ് ആണ്. ആ യൂണിറ്റ്സിനെ നമ്മൾ ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നു. നമ്മളല്ല, മെൻ്റൽ വിളിച്ചു ഫാക്ടേഴ്സ് എന്ന്. ഒരു ഓർഗാനിസത്തിൽ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലേ, ആ ക്യാരക്ടറിസ്റ്റിക്സിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ആണെന്നാണ് മെൻ്റൽ പറഞ്ഞത്. അപ്പോൾ മെൻ്റലിന് അറിയില്ല ജീൻസ് എന്താണ്, അല്ലെങ്കിൽ DNA എന്താണ്, സെല്ലിനകത്ത് ന്യൂക്ലിയസ് എന്താണ്, നിങ്ങളുടെ കാര്യങ്ങളൊന്നും മെൻ്റലിന് അറിയില്ല. ഇതിന് ശേഷമാണ് നമ്മൾ ന്യൂക്ലിയസിൻ്റെ ഗാഠമായിട്ടുള്ള ഡിസ്കവറിയും അതുപോലെ തന്നെ മൈറ്റോസിസും മയോസിസും പിന്നെ അതുപോലെ ജീന് പേര് കൊടുത്ത് DNA എന്ന് വിളിച്ചതും ജീൻ എന്ന് വിളിച്ചതൊക്കെ അതിന് ശേഷമാണ്, മെൻ്റലിന് ശേഷമാണ്. അപ്പോൾ മെൻ്റൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് ഈ സെല്ലിനകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല, മെൻ്റലിനും ഇല്ല. നല്ലൊരു മൈക്രോസ്കോപ്പ് പോലും അന്നത്തെ കാലഘട്ടത്തിലില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ മെൻ്റൽ എന്താണ് പറഞ്ഞത്? എല്ലാ ഓർഗാനിസത്തിലും ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ചില ഫാക്ടേഴ്സാണ്, ചില യൂണിറ്റ്സ് ആണ് അല്ലേ, അതിനെ ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ആൻഡ് സെക്കൻഡ് പോസ്റ്റുലേറ്റ്, പ്രിൻസിപ്പിൾ ഓഫ് പെയർഡ് ഫാക്ടേഴ്സ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? പ്രിൻസിപ്പിൾ ഓഫ് പെയർഡ് ഫാക്ടേഴ്സ്. Factors occur in pairs. Factors always occur in pairs. ഈ ഫാക്ടേഴ്സൊക്കെ പെയർഡ് ആയിട്ടാണ് കാണപ്പെടുക. മെൻഡലിയൻ ഫാക്ടേഴ്സിന് നമ്മളിപ്പോൾ എന്തെന്നാണ് വിളിക്കുക? ജീൻസ് എന്നാണ് വിളിക്കുക അല്ലേ. ദേ ആർ ജീൻസ്. മെൻഡലിയൻ ഫാക്ടേഴ്സ് ആർ നൗ ടേംഡ് ആസ് ജീൻസ് ആൻഡ് ജീൻസ് ഓൾവേസ് occur in pairs. Isn't it? ജീൻസ് പെയർ ആയിട്ടാണ് ഇരിക്കുക അല്ലേ. പെയർ എന്ന് പറയുമ്പോൾ 2 കോപ്പീസ്. ആ 2 കോപ്പീസിനാണ് നമ്മൾ എന്തെന്ന് പറയുക? അല്ലീൽസ് എന്ന് പറയുക. അപ്പോൾ ജീൻസ് ഒക്കർ ഇൻ പെയേഴ്സ് മീൻസ് ജീൻസിന് 2 അല്ലീൽസ് വെച്ചിട്ടുണ്ടാവും അല്ലേ. ഓരോ ജീനും ഈ 2 അല്ലീൽസ് വെച്ചിട്ടുണ്ടാകും. ആ ഈ 2 അല്ലീൽസ് ആണ് കോപ്പീസ് എന്ന് പറയുന്നത് അല്ലേ. സോ മെൻഡൽ സെഡ് ദാറ്റ് ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഫാക്ടേഴ്സ് ആൻഡ് ഫാക്ടേഴ്സ് ഒക്കർ ഇൻ പെയേഴ്സ്. അത് കറക്റ്റ് തന്നെയാണല്ലേ. വിച്ച് മീൻസ് ജീൻസ് ഒക്കർ ഇൻ പെയേഴ്സ്, ഒക്കർ ഇൻ ദ ഫോം ഓഫ് അല്ലീൽസ്. ഡോണ്ട് ഫർഗെറ്റ്. Now what is the third principle? Principle of uniformity. ഇതെന്താണ് പറയുന്നത്? When 2 homozygous organisms are crossed in the F1 generation, all the offsprings will be heterozygous and identical. That is very clear from this diagram. So you can see a tall plant is crossed with a dwarf plant, right? So capital T is crossed with small t. Capital T indicates homozygous. Alleles are identical, right? And small t indicates homozygous, identical alleles. Got it? So 2 homozygous organisms are crossed. Homozygous tall is crossed with homozygous dwarf. Homozygous tall is crossed with homozygous dwarf. F1 generation എന്താണ് റിസൾട്ട്? F1 generation all the pea plants will be tall. All the pea plants will be identical. എല്ലാവരും ഐഡൻറ്റിക്കൽ ആണല്ലേ. ആൻഡ് ഹെട്രോസൈഗസ്. ഹെട്രോസൈഗസ് എന്ന് പറയുമ്പോൾ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാപിറ്റൽ T സ്മോൾ t. Capital T small t. Capital T small t. Capital T small t. So all the offsprings will be identical and heterozygous. ഇതിനാണ് യൂണിഫോമിറ്റി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ പ്രിൻസിപ്പിൾ ഓഫ് യൂണിഫോമിറ്റി എന്താണ്? When 2 homozygous organisms are crossed in the F1 generation, all the offsprings will be identical and heterozygous. Here comes the most important principle of Mendel, principle of dominance. എന്താണ് ഇത് പറയുന്നത്? നമുക്കറിയാം മെൻഡൽ പറഞ്ഞു ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഫാക്ടേഴ്സ് അല്ലേ. ആൻഡ് ഫാക്ടേഴ്സ് ഒക്കർ ഇൻ പെയേഴ്സ്. ആ പെയേഴ്സ് സിമിലർ ആയിരിക്കാം, ഡിഫറെൻ്റ് ആയിരിക്കാം, ഐഡൻറ്റിക്കൽ ആയിരിക്കാം, നോൺ ഐഡൻറ്റിക്കൽ ആയിരിക്കാം അല്ലേ. ഐഡൻറ്റിക്കൽ ആണെങ്കിൽ നമ്മളതിനെ ഹോമോസൈഗസ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മളതിനെ ഹെട്രോസൈഗസ് എന്ന് പറയും, റൈറ്റ്. അപ്പോൾ ആ പെയർ ഡിസിമിലർ ആണെന്ന് വിചാരിക്കുക, അതായത് ഹെട്രോസൈഗസ് കണ്ടീഷൻ ആണെന്ന് വിചാരിക്കുക. ക്യാപിറ്റൽ T സ്മോൾ t അല്ലേ, അതാണ് ഡിസിമിലർ എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഒരു ഡിസിമിലർ പെയറിൽ ഒരു അല്ലീൽ മാത്രം എക്സ്പ്രസ് ചെയ്യും, ഒരു അല്ലീൽ മാത്രം എക്സ്പ്രസ് ചെയ്യും അല്ലേ. ആ എക്സ്പ്രസ് ചെയ്യുന്ന അല്ലീലിനെ ഡോമിനൻ്റ് എന്നും എക്സ്പ്രസ് ചെയ്യാത്ത അല്ലീലിനെ നമ്മൾ റിസസീവ് എന്നും പറയും. ദ വൺ
allele which is expressed is known as dominant allele and the one who is suppressed is known as recessive. So in a dissimilar pair of factors, one member will be expressed over the other. അല്ലീൽസ് ഡിഫറെൻ്റ് ആയിട്ടിരുന്നാൽ, ഡിസിമിലർ ആയിട്ടിരുന്നാൽ അതിൽ ഒരു മെമ്പർ മറ്റതിനെ ഡൊമിനേറ്റ് ചെയ്യും. അങ്ങനെ ഡൊമിനേറ്റ് ചെയ്യുന്ന അല്ലീലിനെ നമ്മൾ ഡോമിനൻ്റ് എന്നും, അത് എക്സ്പ്രസ് ചെയ്യാതെ ഹിഡൻ ആയിട്ടിരിക്കുന്ന അല്ലീലിനെ നമ്മൾ റിസസീവ് എന്നും പറയും. അണ്ടർസ്റ്റുഡ്? നമുക്ക് നോക്കാം. സി, ടോൾ പീ പ്ലാന്റിനെ ഡ്വാർഫ് പീ പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്തല്ലേ. വൺ ജനറേഷനിലെ എല്ലാ പീ പ്ലാന്റ്സും ടോൾ ആയിരുന്നു. ആൻഡ് F1 ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്ക്, ക്യാപിറ്റൽ ടി സ്മോൾ ടി. അതായത് ഇതിൻ്റെ അല്ലീൽസ് ഡിഫറെൻ്റ് ആണല്ലേ. ഹെട്രോസൈഗസ് ടോൾ ആണ് ഇവരെല്ലാം ഹെട്രോസൈഗസ് ടോൾ ആണ്, വിച്ച് മീൻസ് ദെയർ അല്ലീൽസ് ആർ ഡിഫറെൻറ്റ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇവിടെ ആകുമ്പോൾ അല്ലീൽസ് ഒക്കെ സെയിം ആണല്ലേ, അതായത് ഹോമോസൈഗസ് ആണ്, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി. ഹിയർ ഓൾസോ സ്മോൾ ടി സ്മോൾ ടി. ഹെട്രോസൈഗസ് ടോളിനെ നോക്ക്, ഇതാ അവർക്ക് രണ്ട് അല്ലീൽസ് ഉണ്ട്, ക്യാപിറ്റൽ ടി ഉണ്ട് സ്മോൾ ടി ഉണ്ട്. പക്ഷേ ക്യാപിറ്റൽ ടിയുടെ എക്സ്പ്രഷൻ മാത്രമേ നമുക്കവിടെ കാണാൻ പറ്റുള്ളൂ. വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് ക്യാപിറ്റൽ ടി? ടോൾ. ക്യാപിറ്റൽ ടി ഈസ് ഫോർ ടോൾ ആൻഡ് സ്മോൾ ടി ഈസ് ഫോർ ഡ്വാർഫ് അല്ലേ. ക്യാപിറ്റൽ ടി ഈസ് ഫോർ ടോൾ ആൻഡ് സ്മോൾ ടി ഈസ് ഫോർ ഡ്വാർഫ്. പക്ഷേ ക്യാപിറ്റൽ ടി സ്മോൾ ടി കണ്ടീഷനിൽ ക്യാപിറ്റൽ ടി മാത്രമേ എക്സ്പ്രസ് ചെയ്തുള്ളൂ. അത് എന്തുകൊണ്ടാണ്? ക്യാപിറ്റൽ ടി ഈസ് ഡോമിനൻറ്റ്. അപ്പോൾ ആരാണ് ഇവിടെ റെസസീവായിട്ട് നിൽക്കുന്നത്? അതായത് ആരുടെ ക്യാരക്ടറാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നത്? സ്മോൾ ടിയുടെ അല്ലേ. സോ ക്യാപിറ്റൽ ടി ഈസ് ഡോമിനൻറ്റ് ഓവർ സ്മോൾ ടി. ഒരാൾ മറ്റൊരാളെ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നു, അതുകൊണ്ട് മറ്റൊരാൾക്ക് അതിൻ്റെ എക്സ്പ്രഷൻ കാണിക്കാനായിട്ട് പറ്റുന്നില്ല അല്ലേ. ദാറ്റ് ഈസ് ഡോമിനൻസ്. നൗ യു അണ്ടർസ്റ്റുഡ് പ്രിൻസിപ്പിൾ ഓഫ് ഡോമിനൻസ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് പ്രിൻസിപ്പിൾ ഓഫ് ഡോമിനൻസ് വെരി വെൽ. പറഞ്ഞ പോസ്റ്റുലേറ്റ്സിൽ നിന്നൊക്കെ എത്ര പോസ്റ്റുലേറ്റ്സ് ആണ്? 5 പോസ്റ്റുലേറ്റ്സ് ഉണ്ടല്ലേ. ഈ 5 പോസ്റ്റുലേറ്റ്സിൽ നിന്നും 2 ലോസിന് നമ്മൾ ജനറലൈസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഫോർമുലേഷൻ ഓഫ് ലോസ് ഓൺ ദ ബേസിസ് ഓഫ് മോണോഹൈബ്രിഡ് ലോസ്. 2 ലോസിനെ നമ്മൾ ജനറലൈസ് ചെയ്തെടുക്കുകയാണ്. ഏതൊക്കെയാണ് 2 ലോസ്? ലോ ഓഫ് ഡോമിനൻസ് ആൻഡ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ബട്ട് സ്റ്റിൽ ലോ ഓഫ് സെഗ്രിഗേഷൻ ഈസ് ബീങ് കൺസിഡർഡ് ആസ് ദ ഫസ്റ്റ് ലോ ഓഫ് മെൻഡൽ. മെൻഡലിൻ്റെ ഫസ്റ്റ് ലോ ഏതാണെന്ന് ചോദിച്ചാൽ അത് ലോ ഓഫ് ഡോമിനൻസ് അല്ല, ലോ ഓഫ് സെഗ്രിഗേഷൻ ആണ്. പക്ഷേ മെൻഡൽ എത്ര ലോസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്? 3 ലോസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് മെൻഡലിലെ 3 ലോസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, 3 ലോസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ ആൻഡ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. അത് നിങ്ങൾ പിന്നെ പഠിക്കും. ഇതിൽ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് നമ്മളിപ്പോഴും യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരേ ഒരു ലോ എന്ന് പറയുന്നത് ലോ ഓഫ് സെഗ്രിഗേഷൻ ആണ്. മറന്നു പോകരുത് നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ. ഫസ്റ്റ് ലോ ഓഫ് മെൻഡൽ, ലോ ഓഫ് സെഗ്രിഗേഷൻ. ലോ ഓഫ് ഡോമിനൻസ് നമ്മൾ ഓൾറെഡി കണ്ടല്ലേ. ഇൻ ഹെട്രോസൈഗസ് കണ്ടീഷൻ ഓഫ് അല്ലീൽസ്, വൺ അല്ലീൽ വിൽ ബി എക്സ്പ്രസ്ഡ്, അതർ വിൽ ബി സപ്രസ്ഡ്. Expressed allele is known as dominant allele and suppressed allele is known as recessive allele. അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി പഠിക്കാനുള്ള ലോ ഓഫ് സെഗ്രിഗേഷൻ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്തിട്ട് മെൻഡൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ള പോസ്റ്റുലേറ്റ്സ് ആണ് പഠിച്ചത്. 5 പോസ്റ്റുലേറ്റ്സ് കണ്ടു. അതിനെ ബേസ് ചെയ്തിട്ട് 2 ലോസ് നമ്മൾ ജനറലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും. അതിൽ ലോ ഓഫ് ഡോമിനൻസ് ഓൾറെഡി നമ്മൾ കണ്ടു. സെഗ്രിഗേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.